മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇവിടെ വെതറൊക്കെ നല്ലതായി, നമ്മുടെ തണുപ്പൊക്കെ പയ്യെ 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 കുറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ്, നമ്മുടെ വെജിറ്റബിൾ കൃഷിയൊക്കെ ചെയ്യേണ്ട സമയം ആയി. അപ്പം ഞാൻ ഈ വെജിറ്റബിൾ സീഡൊക്കെ നമ്മൾ പാകാൻ പോവാണ്. പാകുന്നതിന് മുമ്പായിട്ട് ഞാൻ വെള്ളത്തിൽ ഒരു ഓവർനൈറ്റ് ഇട്ട് വെക്കും. അന്നേരം അതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഈ കിളിപ്പുണ്ടല്ലോ, അതിങ്ങനെ പൊട്ടാൻ തുടങ്ങുവേ. സീഡൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെ വരും. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിട്ട് വെറ്റാക്കി ഒരു 2 ദിവസം വെക്കും. ആ ടിഷ്യൂ പേപ്പർ പിന്നെ നമ്മൾ അതിനകത്ത് സീഡ് ടിഷ്യൂ പേപ്പർ കവർ ചെയ്തിട്ട് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെറ്റാക്കി ഒരു 2 days കൂടെ വെക്കും. അപ്പത്തിന് പിന്നെ നമ്മുടെ ആ മുള പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് ആവും. ആ സീഡ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നമുക്ക് കാണാൻ ഇങ്ങനെ വൈറ്റ് കളറിൽ വന്നിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പാകുവാണെങ്കിൽ അത് ടപ്പയെന്ന് തൈയായിട്ട് വരും. എന്നാൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് സീഡ് ചട്ടിയിലിട്ടാൽ ഒത്തിരി സമയം എടുക്കും. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീഡെല്ലാം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. പിന്നെ നമുക്ക് ആ സീഡെല്ലാം ഇന്ന് നമ്മൾ വെള്ളത്തിനകത്ത് ഇടാൻ പോവാണ്. ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിടും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാവേ. അപ്പം ഞാൻ എൻ്റെ സീഡെല്ലാം വെച്ചിരിക്കുന്ന ബോക്സാണിത്. അപ്പം ഞാൻ തുറന്നാണ്. അപ്പം എൻ്റെ സീഡ് ബോക്സാണിത്. ഇതിനകത്ത് ഞാൻ എല്ലാ വെജിറ്റബിൾസിൻ്റെയും എൻ്റെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസിൻ്റെയും പേരെഴുതി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതിനെയെല്ലാം ഒന്ന് വെള്ളത്തിലോട്ടിടാം. ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിടാൻ പോവാണ്. അപ്പോൾ ഇത് വൈറ്റ് പാവയ്ക്കയുടെ സീഡാണ്. നമുക്കറിയാം പാവയ്ക്കാണെങ്കിൽ വൈറ്റ് കളറ്, ഗ്രീൻ കളറ്, പിന്നെ ഭയങ്കര ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ നല്ലതായിട്ട് കഴിക്കുന്ന പാവയ്ക്കായുമാണ്. ഇത് വൈറ്റ് പാവയ്ക്കയുടെ സീഡാണ്. ഇത് ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാവേ. പടവലങ്ങയുടെ സീഡാണ്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വെള്ളരിക്കയുടെ സീഡാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇടാം. ഇത് നമ്മുടെ വെണ്ടയ്ക്കയുടെ സീഡാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ വെണ്ടയ്ക്ക ഞാനിങ്ങനെ ഹോൾ വെണ്ടയ്ക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് സീഡ് ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരി എക്സ്ട്രാ വേണം. ഇത് നല്ല നീളമുള്ള വെള്ള വെണ്ടയ്ക്കയുടെ സീഡാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ സീഡാണ്. ഇതിലൂടെ നമുക്കൊരു 5-6 ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് പയറിൻ്റെ സീഡാണ്. ഇത് പയറെന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ പയറാണ്, കുറ്റിപ്പയർ. ഇതിങ്ങനെ ബുഷ് പോലെ ഉണ്ടായിട്ട് നല്ല നീളമുള്ള പയറുണ്ടാകും. അതിന് പന്തല യാതൊന്നും വേണ്ട, നമ്മൾ ചട്ടിക്ക് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മുളകിൻ്റെ അരി. ഈ മുളകിൻ്റെ സീഡും കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ നീളമുള്ള നമ്മുടെ എരിവുള്ള നീളമുള്ള മുളകുകളാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇതാണ് നമ്മുടെ വാളവരപ്പയർ. ഇതിൻ്റെ ഒരു 5-6 സീഡുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സാദാ പാവയ്ക്കാണ്, ആ നീളമുള്ള ലൈറ്റ് ഗ്രീൻ പാവയ്ക്ക. ഇതാണ് മുരിങ്ങയുടെ സീഡ്. ഇത് നമ്മൾ വെക്കുന്നില്ല, കാരണം ഇത് നമുക്ക് 5-6 മുരിങ്ങയുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് തൊമരപ്പയറിൻ്റെ സീഡ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു സൈസ് പന്തല കയറുന്ന പയറാണ്. ഇതിൻ്റെ പക്ഷേങ്കിൽ ഇങ്ങനത്തെ സീഡാണ്. ഈ പയറിനകത്ത് സീഡ് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ പന്തല കയറുന്ന നമ്മുടെ അച്ചിങ്ങപ്പയറാണ്, നീളത്തിലുണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇതും കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാവേ. ഇതും പന്തല കയറുന്ന വേറെ ടൈപ്പ് പയറാണ്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാവേ. ഇത് സ്വീറ്റ് പെപ്പറിൻ്റെ സീഡാണ് ഇതിനകത്ത്. ഇത് ഞാൻ ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതും നമുക്ക് വെള്ളത്തിലേക്ക് ഇടാവേ. സ്വീറ്റ് പെപ്പറിൻ്റെ സീഡാണ്. ടൊമാറ്റോ സീഡാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നമുക്കത് നമ്മൾ ബോക്സിലേക്ക് ഇട്ട് ഇതെല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഇത് ബീൻസിൻ്റെ സീഡാണ്. ഇത് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ബോക്സിലേക്ക് ഇടാം. ഇതാണ് നമ്മുടെ ബീൻസിൻ്റെ സീഡ്. ഇങ്ങനെയാണ് ഞാൻ എല്ലാ സീഡ്സിനെയും ഓവർനൈറ്റ് വെള്ളത്തിൽ വെക്കുവാണ്. എന്നിട്ടാണ് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കവർ ചെയ്ത് വെക്കും. പിന്നെ ടിഷ്യൂ പേപ്പർ ഞാൻ 2 nights ഡേ ആൻഡ് നൈറ്റ്സ് വെറ്റാക്കും. അപ്പോൾ അതിൻ്റെ കിളിപ്പ് പെട്ടെന്ന് വരും. ഇത് നമ്മുടെ
കാന്താരി മുളകാണ്. കാന്താരി മുളക് ഉണ്ടല്ലേ, പഴുത്ത കാന്താരി മുളക്. കാന്താരി മുളകും പിന്നെ ഇത് നമ്മുടെ വെള്ള കാന്താരി മുളക് ഉണ്ടല്ലോ, അതാണ് കാന്താരി മുളക് പോലത്തെ വെള്ള മുളക്. പിന്നെ ഇത് നമ്മുടെ കാന്താരി. ഇതൊക്കെ നാട്ടിലെ സംഭവങ്ങളാണ്. അപ്പം നമ്മളിതൂടെ നമുക്ക് കുഴിച്ച് വെക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇടാവേ. ഇത് നമ്മുടെ കോവലിൻ്റെ തണ്ടാണ്. ഇത് ഞങ്ങൾ ഇന്ന് കുഴിച്ച് വെക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് നവംബർ ആദ്യം തോന്നുന്നു, ആദ്യത്തെ ആഴ്ച ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ആയപ്പം ഇത് കോവലിന് ഞങ്ങൾ തണ്ട് മുറിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ടതാണ്. എന്നിട്ട് ഞങ്ങൾ 1-2 ദിവസം ഈ വെള്ളം മാറ്റുമായിരുന്നു. നമ്മളിങ്ങനെ എവരി അതർ ഡേ വെള്ളം മാറ്റിയില്ലെങ്കിൽ ഇത് ഈ കോവലിൻ്റെ തണ്ട് ഇതിനകത്തുനിന്ന് ചീഞ്ഞു പോവും. അപ്പം ഞങ്ങൾക്ക് എത്ര തിരക്കാണേലും ഞാൻ മറന്നു പോകും കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നും കൃത്യമായിട്ട് മാറ്റുമായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എന്നും മാറ്റുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഓർക്കുമ്പോൾ മാറ്റും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു 6 മാസം കൊണ്ട് ഇങ്ങനെ ചെയ്ത് ഇതിനെ കിളിപ്പിച്ചതാണ്. ഇതിങ്ങനെ കിളുത്ത് മുകളിലോട്ടായി. അപ്പം ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒത്തിരി ഇപ്പോൾ അകത്ത് തന്നെ ഒരു കോവലിൻ്റെ ട്രീ ആയിട്ട് വളർന്നേനെ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഇതിനെ ഈ ലെവലിൽ നിർത്തിയിരിക്കുമായിരുന്നു. അപ്പം കണ്ടോ, നല്ലതായിട്ട് വേരായി. നമ്മളിങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്തിടുവാണെങ്കിലുണ്ടല്ലോ, ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. എടുത്ത് നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ റൂട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. നമ്മുടെ ഈ വുഡെന്ന് ഇങ്ങനെ റൂട്ട് ഇങ്ങനെ പൊട്ടി നമുക്കിങ്ങനെ ശരിക്കും റൂട്ടാവും. അങ്ങനെയാണ് നമ്മൾ അടുത്ത വർഷങ്ങളിലേക്ക് കോവലിൻ്റെ തണ്ടെടുത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ അതെല്ലാം ചീഞ്ഞു പോകും. അപ്പം നമുക്ക് ബായ്ക്കാട്ടിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ കോവലിനെ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണേ. എന്നാൽ ഇനി നമുക്കിതിന് വെള്ളം മാറ്റുന്നതിന് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് പോകാം. കമോൺ ഗൈസ്, കമോൺ. നമുക്ക് ബായ്ക്കാട്ടിലോട്ട് പോയി നമ്മുടെ കോവലിനെ നമുക്കിന്ന് കുഴിച്ചു വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ച ഗാർഡൻ സോയില്. നമ്മൾ ഈ ഗാർഡൻ സോയിൽ നമ്മുടെ ഈ ഫ്ലവർ ബെഡിനകത്ത് ഇട്ടിട്ട് അതിനകത്താണ് നമ്മൾ നമ്മുടെ കോവലിനെ കുഴിച്ചു വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 6 കുഴി വെച്ചേ, കാരണം എൻ്റെ 6 കോവലിൻ്റെ തണ്ടുണ്ട്. നമ്മൾ 6 കുഴി വെച്ചു. ആ കുഴിക്കകത്തെല്ലാം ഞാൻ ഗാർഡൻ സോയിൽ ഇടാൻ പോവാണ്. അങ്ങനെ എല്ലാ കുഴികളും ഗാർഡൻ സോയിലും കൊണ്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ പറയുക, കോവലിൻ്റെ തണ്ടിനെ നമുക്ക് കുഴിച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കോവലിനെ എല്ലാം പ്ലാന്റ് ചെയ്തേ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ നിന്ന് പയ്യെ വളർന്നോളും. വളരുന്നതിനനുസരിച്ച് നമ്മൾ ഇലയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പോട്ടിംഗ് സോയില് ഈ ബാഗിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഈ ബക്കറ്റിലേക്ക് ഡംപ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടുത്തെ എല്ലാ ചെറിയ ചട്ടികളുണ്ട് എനിക്കിങ്ങനെ പാകുന്നത്. ഈ ചെറിയ ചട്ടികളിലാണ് ഞാൻ പാകുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുവാണ്. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആ വെള്ളത്തിലിട്ട നമ്മുടെ സീഡുണ്ടല്ലോ, അത് നാളെ ഞാൻ പേപ്പർ ടവലിൽ കവർ ചെയ്ത് ഒരു ഓവർനൈറ്റൂടെ 1-2 ഓവർനൈറ്റൂടെ വെറ്റാക്കി വെച്ചിട്ട് നമ്മളെല്ലാം ഇതിനകത്ത് പാകുന്നതാണ്. ആ പാകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് സമയമുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പാകാൻ വേണ്ടി ഞാനിതെല്ലാം ഇന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കുഞ്ഞ് നമ്മുടെ കപ്പ് പോലെയുള്ള ചട്ടികൾ ഫില്ല് ചെയ്ത് എനിക്ക് സീഡ് പാകാനായിട്ട്. അപ്പം നമ്മളെല്ലാം കീപ്പ് ഇറ്റ് റെഡി ഫോർ സീഡ്സ്. അപ്പം നമ്മൾ അകത്ത് വെച്ചിരുന്ന മുരിങ്ങയും കരിയാപ്പിനെയും എല്ലാം പുറത്തെടുത്ത് കേട്ടോ. ഞങ്ങൾ ഇന്നലെയാണ് ഇതിനെ പുറത്തെടുത്തത്. അപ്പം നല്ല വെതർ ആയതുകൊണ്ട് കണ്ടോ, നമ്മൾ അകത്ത് വെച്ചിരുന്നതുകൊണ്ട് ഒന്നും പോയില്ല. നമ്മുടെ ഒരു മുരിങ്ങയ്ക്കും കരിയാപ്പിനും ഒന്നും കുഴപ്പമില്ല. ഇനി അകത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വിളറിയ കളറേ. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ സണ്ണൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഗ്രീൻ കളറാവും. അപ്പോൾ എല്ലാം പുറത്തായി, നമ്മൾ ബാക്ക് ടു നോർമൽ. ഞാൻ എല്ലാത്തിനും കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ. അകത്ത് വെച്ച് ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു, പക്ഷേ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. നമുക്കിങ്ങനെ മുകളിലോട്ടൊന്നും ഒഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഗരാജെല്ലാം അഴുക്കാവുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ചട്ടിക്കകത്ത് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അല്ല ഇതെല്ലാം ഉണങ്ങിപ്പോയത്. അപ്പം നമുക്ക് നല്ല പുറത്തായിരുന്നു നല്ല വിശാലമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഇന്നലെ ഉറുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഉറുമ്പൊടി ഇട്ടതാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്.
അപ്പം നമ്മൾ പുതിയതായിട്ട് ഇട്ടതാണ്, ഈ വർഷം ഇട്ടതാണ് ഈ നെറ്റൊക്കെ. പഴയ നെറ്റെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു, പുതിയ നെറ്റാണ്. അപ്പോൾ നമ്മുടെ സീഡെല്ലാം ഓവർ നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിടുവന്ന്, രണ്ട് വെള്ളത്തിട്ട് രണ്ട് കുതിർന്ന് വീർത്തിരിപ്പുണ്ട് കണ്ടല്ലോ. ഇനി നമ്മുടെ ഈ പയറൊക്കെ ഉണ്ടല്ലോ, ഇനി പെട്ടെന്ന് ഇതിന് കിളിപ്പ് വരും കേട്ടോ. പയറൊക്കെ പെട്ടെന്നാകുന്നത്. ഇതൊക്കെ തേണ്ട തൊലിയൊക്കെ പൊളിഞ്ഞു. ഇപ്പം തന്നെ ഈ പയർ കണ്ടോ, പയർ കണ്ടോ പൊട്ടി വേണ്ട. ഇത് 2 ദിവസം കൊണ്ട്, നാളെ തന്നെ ചിലപ്പോൾ ഇതിൽ കിളിപ്പ് വരും. ഇതാ പയറാണ് പെട്ടെന്നാകുന്നത്. അതാ ഞാൻ പറഞ്ഞ വെള്ളത്തിലിട്ടാനുള്ള ഗുണം. വേണ്ടേ എല്ലാം പൊട്ടാൻ തുടങ്ങിയേ. അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് പൊതിഞ്ഞു വെക്കും. ഇത് കണ്ടോ, പയറിൻ്റെ ഒക്കെ കിളിപ്പായി കഴിഞ്ഞു കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ, പയറിൻ്റെ കിളിപ്പ് ആയി കഴിഞ്ഞതേ. ഇതാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലുള്ള ഗുണം. അപ്പം ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച് എല്ലാ സീഡും തേണ്ടി ഞാനിങ്ങനെ പേപ്പർ ടവലിനകത്ത് വെച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്നാന്ന് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാൻ ഈ പേപ്പർ ടവൽ, എല്ലാ പേപ്പർ ടവലും ഇങ്ങനെ മടക്കിയെടുക്കുവേ. ഇവിടെ ഞാൻ എല്ലാ സീഡും ഇങ്ങനെ പേപ്പർ ടവലിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ വെള്ളത്തിലോട്ട് മുക്കും. നല്ലതായിട്ട് വെറ്റാക്കണേ. നല്ലതായിട്ട് വെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചും കൊടുക്കും. നമ്മളിപ്പോൾ അത് ട്രെയിലോട്ട് വെക്കാൻ പോവാണ്. ഞാനിനിയും ഇങ്ങനെ നമ്മൾ ഒരു ഓവർനൈറ്റോട് വെക്കുവേ. എന്നിട്ട് നമ്മൾ നാളെ നമ്മളിതിനെ എല്ലാം പാകാൻ പോവാണ്. ഇതൊക്കെ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നെയ്ബർ, ഒരു അങ്കിളുണ്ട്. അങ്കിൾ ഭയങ്കര കൃഷിയാണേ. അങ്കിൾ എനിക്ക് പറഞ്ഞതെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല. അത് ഞാൻ കൃഷിക്കാരിയൊന്നുമല്ല. ഞാൻ ഇന്ത്യ വെച്ചൊന്നും ഒരു കുന്തം ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അല്ലേ എല്ലാവരുടെയും വീട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാവരുടെയും ബായ്ക്കാടി ഭയങ്കര കൃഷിയാണ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് വെക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ബായ്ക്കാടിലൂടെ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ വെക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഒത്തിരി സീഡ് ഇങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് സീഡൊക്കെ മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നു, മമ്മിയുടെ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ ജോലിയിലെ പള്ളിയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത സീഡുകളാണ് ഇതെല്ലാം. അത് പിന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ എടുത്തെടുത്ത് വെക്കും. നമ്മൾ സീഡ് അടുത്തടുത്ത വർഷങ്ങളിലേക്ക് എടുത്തെടുത്ത് വെക്കും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കേട്ടോ. സീഡൊക്കെ ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കും, അവരുടെ കയ്യിലുള്ളത് നമുക്ക് തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അങ്കിൾ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് ചട്ടിയിലോട്ട് ഇട്ടാൽ ടേക്ക് ടു മച്ച് ടൈം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നാവുമെന്ന് എനിക്ക് അങ്കിൾ പറഞ്ഞു തന്നാണ്. അത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ടു. ഇനി ഒരു ഓവർനൈറ്റ് തന്നെ ഇങ്ങനെ വെറ്റാക്കി വെക്കും. പിന്നെ നമ്മൾ ഈ പേപ്പർ ടവൽ ഡ്രൈ ആകുമ്പോൾ നമ്മൾ പിന്നെ വെറ്റാക്കി കൊടുക്കും. എന്നിട്ട് നാളെ നമ്മൾ ഇതിനെ നമ്മളവിടെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി ചട്ടി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കപ്പ് പോലത്തെ കൊച്ചു ചട്ടി, അതിലേക്ക് നമ്മൾ നാളെ ഇതെല്ലാം പാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഇങ്ങനത്തെ ഒരു കൊച്ചു ട്രേക്കകത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇവിടെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. നമ്മളിതിനെ ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മൾ വെറ്റാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സീഡെല്ലാം നമ്മുടെ ഈ കൊച്ചു ചട്ടികൾക്കകത്ത് വെക്കാൻ പോവാണേ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സീഡ് നമുക്ക് ഓവർനൈറ്റ് വെക്കണമെന്ന്. അപ്പോൾ ഓവർനൈറ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കെല്ലാം ഇന്ന് ചട്ടികളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പാക്കറ്റും ഓപ്പൺ ചെയ്തു. കാരണം അറിയണ്ടേ ഏതൊക്കെ പാക്കറ്റിൽ ഏതെന്ന് നമ്മൾ ഇതൊന്നും ലേബലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്താലേ അറിയാനൊക്കത്തുള്ളൂ. കാരണം എല്ലാത്തിൻ്റെയും പേപ്പർ ടവൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പാവൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാവൽ നമുക്ക് ഓരോന്നായിട്ട് വെക്കാൻ തുടങ്ങാം. കമോൺ ഗായ്സ്, നമുക്ക് ഇപ്രാവശ്യത്തെ വെജിറ്റബിളിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങാം ഗായ്സ്. കാരണം ഞാനിങ്ങനെ ഓരോ പാവയ്ക്കാണേ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാവയ്ക്ക വെക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക അതേണ്ട ഇച്ചിരി ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് പാവയ്ക്ക തന്നെ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ പൊട്ടിങ് സോയിലും കൊണ്ട് മൂടി അങ്ങനെയാണ് എല്ലാത്തിലും പാവയ്ക്ക വെക്കാൻ പോവുകയാണ്. ഓക്കെ, അറിയാൻ മേലാത്തവരൊക്കെ കണ്ടുപഠിച്ചോണം.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നെയ്ബർ അങ്കിളാണ് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ് വെജിറ്റബിൾ കൃഷി ചെയ്യുന്നതെന്ന്. പിന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ അപ്പച്ചനൊക്കെ വലിയ കൃഷിക്കാരനാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഞങ്ങളുടെ കസിൻസൊക്കെ ഇത് കണ്ടിട്ട് എന്നോട് പറയുകയാണ് എനിക്ക് അപ്പച്ചൻ്റെ പാങ്ങ് കിട്ടിയതാണ്. ചിലപ്പോൾ ആയിരിക്കും മൈ ഗ്രാൻഡ് ഫാദർ കാണിക്കുന്നതിൻ്റെ ഒരിത് കിട്ടിയതാണ്. അങ്ങനെ കൊച്ചുമക്കൊക്കെ കിട്ടുമെന്നല്ലേ പറയുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ ബിഗ് കൃഷിക്കാരൻ ഇൻ ഇന്ത്യ. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു ഇത് കിട്ടിയതാണ് എനിക്ക്. നമ്മൾ നാട്ടിൽ പറയും പാങ്ങ് കിട്ടിയതാണ്. അത് കിട്ടിയതാണ് എനിക്ക്. കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആങ്ങളയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല. അവരൊക്കെ കുഴിമടിയന്മാരാണ്, ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ഫാദർ ചെയ്യുമായിരുന്നു കേട്ടോ, എൻ്റെ പപ്പായ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഞാൻ പാവൽ വെച്ചു. ഈ പാവലെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ പാവലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ളാക്കി ഈ ട്രേ ഫുള്ള് വെച്ചു. ഇപ്പോൾ ഇതിനെ നമ്മൾ മാറ്റാൻ പോവുകയാണേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പാവൽ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ പാവൽ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്, ബിക്കോസ് മൈ ഹസ്ബൻഡ് ലൈക്ക് പാവയ്ക്ക. പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് ഞാൻ മമ്മിക്ക് ചിലപ്പം മമ്മി വെക്കുമായിരിക്കും, മമ്മിയുടെ വീട്ടിലൂടെ കൊടുക്കാം. മമ്മിക്ക് വയ്യ, എന്നാലും ഞാൻ കുറച്ച് ചട്ടിക്കകത്തെങ്ങാനും വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സീഡ് മമ്മിക്ക്. പിന്നെ ഇങ്ങനെ നമ്മുടെ ആരെങ്കിലും ചോദിക്കുവാണേ പാവയ്ക്കാരി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്കൂടെ നമ്മൾ കൊടുക്കും. നമ്മൾ ഇങ്ങനെ ആർക്കെങ്കിലും സീഡില്ലാത്തൊരു ഇപ്പോൾ തൈ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് അതിനാണ് ഞാൻ ഇച്ചിരി കൂടുതൽ വെക്കുന്നത്. പിന്നെ സെയിം ടൈം നമ്മൾ എല്ലാ കുരുവൊന്നും ഇതിനകത്ത് ഉണ്ടായെന്ന് വരത്തില്ല. പിന്നെ ഇവിടുത്തെ കാര്യമാണ് നമ്മുടെ പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ തണുപ്പ് ഇങ്ങനെ വന്നും പോയിരിക്കും. ചിലപ്പം ഇങ്ങനെ ഈ ഓരോന്നൊക്കെ വന്നിട്ട് തിന്നും, നമ്മുടെ ഇലകളൊക്കെ വെട്ടിക്കളയും. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ പുഴു പോലത്തെ പറവ് പോലത്തെ പിന്നെ നമ്മൾ മറ്റേ സാധനം എന്താ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ റാക്കൂണൊക്കെ വന്നിട്ട് നമ്മുടെ ഇത് തിന്നിട്ട് പോവേ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വെക്കാൻ നമ്മുടെ പോയെങ്കിൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോകുന്നിടത്തൊക്കെ പറിച്ച് വെക്കാൻ പറ്റും. ആ പോകുന്ന കുഴിക്കകത്തൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ ഇച്ചിരി എക്സ്ട്രാ വേണം. അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക സെക്ഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് കുറ്റിപ്പയറാണേ. ഇത് കണ്ടോ, പയർ നിങ്ങൾ നോക്കേ. ഞാൻ പറഞ്ഞില്ലേ പയർ പെട്ടെന്നാവുന്നു. കിളിപ്പെല്ലാം പൊട്ടി മുളകൾ വന്നു. പയർ 2 ദിവസം കൊണ്ട് മുളച്ച് വരുന്നതായിരിക്കും. വെള്ളമൊക്കെ കുടിച്ച് വീർത്തിരിക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് ആകുന്ന ഐറ്റമാണ് പയർ. ഞാൻ നമ്മുടെ ഈ യെല്ലോ കളറുള്ള കപ്പിനകത്ത് ഞാൻ ഈ വാളവരയുടെ സീഡ് വെക്കുവാണേ. അപ്പോൾ നമുക്കിത് അറിയാമല്ലോ, ഈ ബോട്ടിലാകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു ഡിഫറെൻറ്റ് ബോക്സിലോട്ട് വെക്കുകയാണ് വാളവര സീഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുൾ കുറ്റിപ്പയർ വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തു. അല്ലെങ്കിൽ നമ്മുടെ കുറ്റിപ്പയറും പന്തലെ കയറുന്ന പയറും കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ ലീഫ് ഒരുപോലെ ആയതുകൊണ്ട് നമുക്കത് തെറ്റിപ്പോകും. അതെനിക്ക് മിക്കവാറും അങ്ങനെ പറ്റാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ തെറ്റ് പറ്റിയോണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ലേബൽ കൊടുക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാ കുറ്റിപ്പയർ ഏതാ പന്തലേക്കാണ് കയറുന്നത്. എന്നാലേ നമുക്ക് പന്തലെ ചൂട്ടിക്കൊണ്ട് ഇടാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന പടവലങ്ങയാണ്. പടവലങ്ങയുടെ സീഡെല്ലാം കൂടെ നമുക്ക് പെറുക്കിക്കൊണ്ട് നമ്മുടെ കപ്പിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിങ്ങനെ പടവലങ്ങയുടെ സീഡ് വെച്ച് കൊടുക്കാവേ. ഞാൻ ഓരോ കപ്പിലും 2 എണ്ണം വെച്ച് വെക്കുവാണ്, അല്ലെങ്കിൽ ശരിയാകത്തില്ല, തികയത്തില്ല. നമ്മളിതിനകത്ത് മുളകിൻ്റെ സീഡ് വെക്കുവാണേ. നമ്മുടെ കാന്താരി മുളക് ഞാൻ കാണിച്ചല്ലോ, അതിൻ്റെ സീഡെല്ലാം ഇതിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വാളവര വെച്ചു, പിന്നെ കുറച്ച് പയർ വെച്ചു, പിന്നെ കുറച്ച് വെണ്ട വെച്ചു. അങ്ങനെ എല്ലാം വെച്ച് നമ്മുടെ ഈ ചട്ടിയെല്ലാം ഫുള്ളായി കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടിക്കകത്ത് ബീൻസ് ഇടാൻ പോവാണേ. കാരണം നമ്മുടെ ചെറിയ ചട്ടിക്കകത്തെല്ലാം നമ്മളിട്ടെല്ലാം നിറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ ചട്ടി എടുത്തേ. വലിയ ചട്ടിക്കകത്തോട്ട് നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പന്തലെ കയറുന്ന പയറാണേ. ഇതിനെല്ലാം കൂടി ഞാൻ ഈ വലിയ ചട്ടിയിലോട്ട് കൊടുക്കുക. ഇതും പന്തലെ വെക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പയറാണേ. അതെല്ലാം കൂടി ഞാൻ ഈ വലിയ ചട്ടിയിലോട്ട് കൊടുക്കുക. ഒരു ബ്ലാക്ക് സീഡുള്ള ഒരു പന്തലെ കയറുന്ന പയറാണേ. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം ചട്ടിക്കകത്തോട്ട്. രണ്ടിവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്തോ ഇന്നത്തെ വെള്ളരിക്കയാണേ. വെള്ളരിക്കയുടെ സീഡ് ഇട്ടു. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സീഡുകളും വെച്ചു.
അപ്പോൾ നമ്മുടെ സീഡെല്ലാം പാകി കഴിഞ്ഞു ഈ ചെറുതിനകത്ത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ എന്തൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ പാവലും പയറും വെണ്ടയും കുമ്പളങ്ങായും പടവലങ്ങായും എല്ലാ സംഭവങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കൊച്ചു കപ്പിനകത്ത് പറ്റത്തില്ലായിരുന്നു, നമുക്ക് കുറച്ചുകൂടെ സ്പേസ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിഗ് ചട്ടിക്കകത്തെല്ലാം മണ്ണിട്ടിട്ട് ബാക്കി കുറേ നമ്മുടെ ബീൻസ് കുറേ വെണ്ടയ്ക്ക എല്ലാം മിച്ചം വന്നായിരുന്നു ഒത്തിരി. പിന്നെ ബെൽ പെപ്പറ് സ്വീറ്റ് പെപ്പറ് അങ്ങനെ മുളക് നമ്മുടെ കാന്താരി മുളക് അങ്ങനത്തെ എല്ലാം നമ്മൾ ഇതിനകത്തൂടെ എല്ലാം പാകിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാത്തിനും ലേബലും കൊടുത്തു. അപ്പോൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഈ പടവലങ്ങ കുമ്പളങ്ങാടിയൊക്കെ ഇല ഒരുപോലെ ഇരിക്കുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ ലേബലും കൊടുത്തു. അപ്പം നമ്മുടെ പാകിച്ച പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ സീഡ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് വെറ്റാക്കുവാണ്. എല്ലാം ഒന്ന് വെറ്റാക്കി കൊടുക്കാം. പെട്ടെന്ന് എല്ലാം വളർന്ന് വരട്ടെ. ഇത് വളർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെല്ലാം ഫ്ലവർ ബെഡിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഗാർഡൻ സോയിൽ ഇട്ടിട്ട് നമ്മൾ ആ ഗാർഡൻ സോയിലിനകത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ചിലരൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോയി ഫ്ലവർ ബെഡിലോട്ടൊക്കെ ഇടും, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് മൈ പ്രൊസീജിയർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ. മിക്കവാറും അടുത്ത വീഡിയോ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ കിളുത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.